സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം 30-31 വാക്യങ്ങൾ. അപ്പോൾ ഫിനെഹാസ് ഇടപെട്ടു, അതോടെ മഹാമാരി നിലച്ചു. തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു. അപ്പോൾ ഫിനെഹാസ് ഇടപെട്ടു, അതോടെ മഹാമാരി നിലച്ചു. തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു. സംഭവം ഇതാണ്: ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയിൽ അവർക്ക് വലിയ തിന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ പെയോറിലെ ബാലിൻ്റെ ദേവന്മാരെ ആരാധിക്കാനിടയായി. അതിനൊരു കാരണമായി നിന്നത് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ആളുകൾ ഇവരെ വശീകരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പെയോറിലെ ആളുകൾ, വരുവിൻ, നിങ്ങൾ ഞങ്ങളുടെ ആരാധന സ്ഥലങ്ങളിലേക്ക് വരുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് ഇസ്രായേൽക്കാർ കുറേ പേര് അവരോടൊപ്പം പോവുകയും പിന്നീട് അവിടെ ആരാധന നടത്തുകയും പിന്നീട് അവിടെയുള്ള സ്ത്രീകളുമായി ശയിക്കുകയും ഒക്കെ ചെയ്തു. അവർ തിരിച്ചു വന്നപ്പോൾ അവർ ബാലിൻ്റെ അടിമകളായി, പെയോറിലെ ബാലിൻ്റെ അടിമകളായി മാറിയെന്ന് മോശ പറയുകയാണ്. അങ്ങനെ വലിയ മഹാമാരി ദൈവം അവരുടെ ഇടയിലേക്ക് അയക്കുന്നു. ആ മഹാമാരിയിൽ 24,000-ഓളം പേര് മരിക്കുകയാണ്. 24,000-ഓളം ഇസ്രായേൽക്കാർ മരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ ഷനേഹാസ് എന്ന് പറയുന്ന അഹറോൻ്റെ കൊച്ചുമകൻ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ വിശ്വാസപൂർണമായ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ വിശ്വാസത്തോട് ചേർന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അതായത് ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കുന്ന, ദൈവമായ കർത്താവിനെ വിട്ടുകളയുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ ചെയ്തതെങ്കിൽ, അവിടുത്തെ നിയമത്തെ പിച്ചിച്ചീന്തി വലിച്ചെറിയുകയാണ് മറ്റുള്ളവർ ചെയ്തതെങ്കിൽ, അഹറോൻ്റെ പൗത്രൻ ചെയ്തത്, ഷിനെഹാസ് ചെയ്തത് ദൈവമായ കർത്താവിനെ വാഴ്ത്താൻ വേണ്ടി, അവിടത്തേക്ക് മഹത്വം കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണ്. പക്ഷേ ആ കാര്യമെന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വീകാര്യം പെട്ടെന്ന് എന്തുകൊണ്ടങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ഷിനെഹാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും കൊല്ലുകയാണ്. കാരണം ഇതാണ്: 24,000 പേര് മരിച്ചു കിടക്കുമ്പോഴും, ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴും, ഈ സിമ്രി എന്ന് പറയുന്ന ഇസ്രായേൽക്കാരനായ ഒരുവൻ്റെ വീട്ടിലേക്ക് ഈ കോസ്ബി എന്ന് പറയുന്ന പെണ്ണ് കടന്നു വരികന്നു. അവൾ മിദ്യാൻകാരിയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ മിദ്യാൻകാരിയായ കോസ്ബി സിമ്രിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. ആ സമയത്താണ് ഷെനേഹാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാണുന്നു. മോശയ്ക്ക് പണ്ട് ഈജിപ്തിലായിരുന്നപ്പോൾ ഒരു ഈജിപ്ഷ്യൻ വ്യക്തി ഇസ്രായേൽക്കാരനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവനിടയിൽ കയറി നിന്ന് മറ്റേ ഈജിപ്തുകാരനെ വധിച്ചതുപോലുള്ള ഒരു ആങ്കർ, ഒരു കോപം ഉളവാകുകയാണ്. ഇദ്ദേഹം കടന്നുചെന്ന് അവരെ രണ്ടുപേരെയും കുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരെയും കുത്തിക്കൊല്ലുന്നു. പക്ഷേ അതൊരു വലിയ പ്രവൃത്തിയായി, മഹത്വത്തിൻ്റെ പ്രവൃത്തിയായി ദൈവമായ കർത്താവ് സ്വീകരിക്കുന്നു. നമ്മളൊരു പക്ഷേ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഈ രണ്ടുപേരെ കൊല്ലുന്നത് ഒരു സ്വീകാര്യമായ ബലിയായി മാറുന്നു എന്ന്. ഇതിനെ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് പറയാം. കാരണം 24,000 പേരുടെ മരണത്തിന് കാരണമാക്കിയവരാണ് ഈ മിദ്യാൻകാർ. അതുമാത്രമല്ല, അവർ നിരന്തരം ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനും നശിപ്പിക്കുമാറ് നിരന്തരം അവരെ വശീകരിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അത്രയും പേര് മരിച്ചിട്ടും അത് കണ്ടിട്ടും അല്പം പോലും കരുണ തോന്നാതെ, ഈ ജനം ഇങ്ങനെ നശിക്കുന്നത് കണ്ടിട്ട് അതിൽ അല്പം പോലും കുണ്ഠിതപ്പെടാതെ
അവർ ചെയ്തതെന്താണെന്നറിയാമോ? ഇവരെ നശിപ്പിക്കാൻ വേണ്ടി, വീണ്ടും വീണ്ടും നശിപ്പിക്കാൻ വേണ്ടി അന്ധരെ പോലെ പെരുമാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരെയും വധിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്. അതുപോലെ ദൈവമായ കർത്താവ് അതിലൂടെ ആ മഹാമാരിയെ നിർത്തലാക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം മുഴുവനും നശിക്കുമായിരുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെ വധത്തിലൂടെ ആ 20 ലക്ഷത്തിൽ അധികം വരുന്ന ആ ജനത്തിൻ്റെ മരണം, നാശം ദൈവമായ കർത്താവ് ഒഴിവാക്കി കൊടുത്തു എന്നതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളുടെ ജീവിതത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കാൻ മറന്നു പോകുമ്പോൾ നമ്മൾ എന്തുമാത്രം നന്മകളും എന്തുമാത്രം കരുണയുമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് ചിന്തയ്ക്കതീതമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് സാധിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മളുടെ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അധാർമികമെന്ന് തോന്നുന്നൊരു കാര്യമാണ് ഷിനേഹാസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത്. പക്ഷേ ആ കാലഘട്ടത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നു. ഹി ഹാസ് ചോസൻ ദ ലെസർ ഈവിൾ. 2 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ആളുകൾ മരിക്കുന്നതിനേക്കാൾ 2 പേർ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള അവരുടെ 2 പേരുടെയും മരണം തിരഞ്ഞെടുക്കുകയാണ് ഷിനേഹാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ നീതിമാനായി ഗണിക്കപ്പെടുന്നതും അവൻ ഉയർത്തപ്പെടുന്നതും. നമ്മളുടെ കാലഘട്ടത്തിന് യോജിച്ച നന്മകൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചെയ്യണമെന്നുള്ളതാണ്. ഷിനേഹാസ് അത് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ ചൈതന്യമാണ് അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളുടെ ചൈതന്യമാണ് അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ പദ്ധതികളുടെ ചൈതന്യം സ്വീകരിക്കാൻ നമുക്കും സാധിക്കുകയാണെങ്കിൽ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു കൃപാവരം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന സകല കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.